അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരും കാണാനില്ലല്ലോ, വ്യൂസൊന്നുമില്ല. എല്ലാവരും എവിടെ പോയി? ആരും വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഹായ് കൂട്ടുകാരെ, നിങ്ങളെവിടെ പോയി? അപ്പോൾ നമ്മളിന്ന് കടയിലാണ് കേട്ടോ. അപ്പോൾ കടയിലത്തെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിന്ന് കടയിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കഴുകുകയാണ്. അതൊന്ന് കടയിലേക്ക് നമ്മൾ പിന്നെ ഇവിടെ എന്താ കടയിലാണ്. ഇപ്പോൾ കടയിലേക്ക് വർക്കിന് വന്നിട്ട് അപ്പോൾ കടയിലെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ യാത്രകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. അവിടെ എന്താ സ്ഥലത്തിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഇവിടെയൊക്കെ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ സർവേ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ കേരളയിലെ അപ്പോൾ നമ്മൾ ഭൂമിയൊക്കെ ഇനി കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പർ ശരിയാക്കണം. പിന്നെ ഉമ്മാൻ്റെ പെൻഷൻ്റെ ഒക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ. ഓരോരോ കാര്യത്തിനൊക്കെ ഇങ്ങനെ യാത്രകളും പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കടയിൽ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ കഴുകാൻ കേട്ടോ പണി. വേറെ എന്തെണ്ടൊക്കെ മക്കളെ? അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. ഇനി ലൈക്ക് ചെയ്യാൻ മറന്നു പോവും. അപ്പോൾ വീഡിയോകളിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈക്കൊക്കെ ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു ബെല്ലേക്കണം അമർത്തുക. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ കുറേ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വീഡിയോ കാണുന്നവരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ സമയമൊക്കെ കിട്ടുമ്പോൾ കാണാം കേട്ടോ വീഡിയോ. ഒരു ഇത്തിരി നേരമല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരം വെളുത്ത ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ പോകണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാടുകൾക്ക്. അപ്പോൾ നമുക്ക് എന്താണ് വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇവിടെ കടയിൽ എണ്ണ പലഹാരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. പൊറോട്ട മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആലിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കൂടെ പോകും. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആലിക്കുട്ടിക്കാൻ്റെ വീട് കാണിക്കണില്ല. ആലിക്കുട്ടിക്കാൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ആ കോണിപ്പടി സ്റ്റെപ്പിലും പോലെ കയറി ഇരിക്കുന്നുണ്ട് ചെറിയ മക്കളെ പോലെ. അപ്പോൾ അവർക്ക് കുട്ടികളെ മനസ്സല്ലേ. പിന്നെ ഞാൻ വീഡിയോക്ക് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഇടയിൽ ആലിക്കുട്ടിക്ക് ഒരു ഭാഗമാണല്ലോ അല്ലേ. പിന്നെ നമ്മളെ നായക്കുട്ടി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കടയുടെ മുന്നിൽ വല്ലാതെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കടയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് കയറി കിടക്കും. അപ്പോൾ പിന്നെ അത് ശല്യം മാറും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നായക്കുട്ടി എവിടെയാണ് മക്കട്ടോ. അപ്പോൾ അതാണ് നായ അവിടെ തന്നെ ഉണ്ട്. അവിടെ ബിൽഡിങ്ങിൻ്റെ അങ്ങേ സൈഡ് ആ പോയിട്ട് ആൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മാനായിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയി. കുതിരട്ടം കൊണ്ടുപോയി വീണ്ടും കാണിച്ചു. ഇഞ്ചക്ഷൻ എടുത്ത് വന്നു. അപ്പോൾ തലച്ചോറ് ചുരുങ്ങാണ്. യാർത്തിങ്ങ പോകണമെന്നൊക്കെ പറഞ്ഞു. പുത്തമ്പള്ളി പോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ കോഴിക്കോട് ഞങ്ങളുടെ ഷഹീൻ്റെ യാർത്തിങ് കൊണ്ടുപോയി കാണിച്ചു. ദുആ ചെയ്ത് പോന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ. ഇനിയിപ്പോൾ പ്രായമേറി വരല്ലേ.
ഇനിയിപ്പോൾ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പറഞ്ഞിട്ടെന്താ, ഈ അറപറ പറിച്ചിൽ എനിക്കൊരു തലവേദനയും ടെൻഷനും കൂട്ടാണ്. എനിക്ക് പ്രഷർ കൂടിയാണ്. അപ്പോൾ നമുക്കും ഇതൊരു ടെൻഷനും പ്രഷറൊക്കെ ആയി വരികയാണ്, കൂടി വരികയാണ്. അപ്പോൾ വല്ലാതെ ഡിപ്രഷൻ കൂടാണ് എനിക്ക്, വല്ലാതെ ടെൻഷനും കൂടി വരികയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മളെ ജന്മം നമ്മളെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. വല്ലാത്ത മോഹങ്ങളും കാര്യങ്ങളൊന്നും, ഇനിയിപ്പോൾ എന്ത് മോഹങ്ങൾ അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാം ശരിയാവും, നമ്മൾ പ്രയത്നം വേണം, ശരിയാകുമായിരിക്കും അല്ലേ. പിന്നെ നിങ്ങളും കൂടിയാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. വീഡിയോ കണ്ടിട്ടെങ്കിലും സഹായിക്കുക, നമ്മളോട് സ്നേഹമുള്ള കൂട്ടുകാരെ കൂട്ടാണ്. അപ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണ് വീഡിയോക്ക് ലെങ്ത് എത്ര ആയെന്ന്. അടുത്തോട്ട് വന്ന് കണ്ണിന് കാഴ്ചയൊക്കെ കുറവാണ് മക്കളെ, അടുത്തോട്ട് വരണം. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി, കരഞ്ഞാണ്ട് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. കരഞ്ഞിട്ട് രാത്രി ഉറക്കില്ല, ഇനി ഉറങ്ങില്ല. അമ്മേൻ്റെ കൂടെ അമ്മക്ക് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ഉറക്കം കുറഞ്ഞാൽ തന്നെ കണ്ണിന് കാഴ്ച കുറയുമല്ലോ. കണ്ണിന് വളരെ കാഴ്ചക്കുറവുണ്ടിട്ട് എനിക്ക് എന്തൊരു എഴുത്തുണ്ടെങ്കിലും അടുത്തോട്ട് കൊണ്ടുവന്നാലേ എനിക്ക് കാണാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ ഈ ഉറക്കവും ടെൻഷനും കരച്ചിലും ഒക്കെ അല്ലേ. അതന്നെ. പിന്നെ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. ഇതിൻ്റെ ഇടയിൽ എന്ത് പോഷകാഹാരങ്ങൾ, നമ്മളെ ഭക്ഷണമൊക്കെ നേരത്തിനും സമയത്തിനും കാലത്തിനൊന്നും ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഫുഡ്, സമയത്തിന് ആഹാരം, സമയത്തിന് ഉറക്കം, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. ഇതിനൊന്നിനും കഴിയാത്ത ഒരാളാണ് ഞാൻ. എന്നോ നല്ലപോലെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ പോലെ ഭക്ഷണം നല്ലപോലെ രുചി പോലെ ഒരു സമാധാനത്തിലിരുന്ന് കഴിച്ചിട്ട് തന്നെ കാലങ്ങളോളമായിട്ടുണ്ടാകും. അന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മൂത്ത മോന് പിരിഞ്ഞ വിഷമം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്. പിന്നെ അവരെ കാര്യം ആലോചിച്ചാൽ ജീവിക്കാൻ തോന്നും. അപ്പോൾ അതാണ്, ഈ വയസ്സാം കാലത്ത് പൂതി ഉണ്ടായിട്ടൊന്നുമല്ല. കുഞ്ഞു മക്കൾ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞ് വയ്യാത്ത അമ്മായും വെച്ചിട്ട്. മോളൊക്കെ ഞാൻ കിടന്നിട്ടില്ല. അന്നൊക്കെ ഉമ്മാക്ക് തീരെ വയ്യായിരുന്നു. ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ ഈ കണ്ട അതേ കാഴ്ചയൊന്നും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഹോസ്പിറ്റലിലൊക്കെ പോയി കുത്തിരിക്കും. എന്നിട്ട് പറയും, എന്നെ പറയും ഡോക്ടറെ കുട്ടിയാണ് എന്നൊക്കെ പറയും. അത് കേട്ടിട്ട് നാട്ടിലുള്ള കുശുമ്പും കുഞ്ഞുള്ള ആൾക്കാർ വേറെ ഓരോന്ന് പറയും. അത് ഇക്കാൻ്റെ ചെവിയിലെത്തും. അത് വേറെ രീതിക്കാണ്. അത് ഇങ്ങനെ പറഞ്ഞ് 4 വാക്ക് കൂട്ടിച്ചേർന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഭാഷയായി മാറും. എന്നിട്ട് അത് ഇക്കാൻ്റെ ചെവിയിലെത്തും. പിന്നെ വഴക്കുണ്ടാവാൻ അധികമൊന്നും വേണ്ടല്ലോ. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒരുപാട് നല്ലൊരു കാലം വരുമായിരിക്കും, നല്ലൊരു സമയം വരുമായിരിക്കും. പിന്നെ എന്താണെന്നറിയില്ല, നമ്മളോട് ചിലർക്ക് ഒരു അസൂയാണ്. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഞാനെന്താ സ്വർണ്ണനിധിയാണോ അതും അറിയില്ല. അപ്പോൾ നല്ലതും പറയും, ചീത്തയും പറയും, എല്ലാം പറയും. അപ്പോൾ നമ്മളടുത്ത് എല്ലാ വിഷയങ്ങളും എത്തും. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഇങ്ങനെ പറയും ഓരോന്ന്. അപ്പോൾ എന്താവും, അത് വേറെ രീതിക്കായി അവർ കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ അതാണെങ്കിൽ ഇക്കാണെങ്കിൽ കുട്ടിയോളം മനസ്സാണ്, ഒരു മനസ്സുറപ്പില്ലാത്തൊരു ആളാണ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് പിണങ്ങും. സ്നേഹ കൂടുതലുകൊണ്ടാണ് കേട്ടോ. പാവത്തിനങ്ങനെ എന്താ പറയുക, വയ്യാണ്ടായി. എല്ലാവർക്കും വയസ്സും പ്രായമൊക്കെ ആയില്ലേ മക്കളെ. ഇനിയിപ്പോൾ എന്ത്, കഴിഞ്ഞില്ലേ. ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട സമയത്ത് ഈ കഷ്ടപ്പാട് തന്നെ ഉണ്ട്. ഓരോരോ പെൺകുട്ടികൾ രക്ഷിതാക്കളെ കല്യാണം കഴിപ്പിച്ചയച്ച് വിരുന്ന് കാര്യങ്ങൾ, വിരുന്ന് പോക്ക്, ടൂറ് പോക്ക്, അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇങ്ങനൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ കൊഴിച്ച് മൂടുക മനസ്സിലിട്ടിട്ട്. നമ്മളെ ജീവിതം ഇങ്ങനല്ലേ,
ഞാൻ വീണ്ടും ഫോണോടെ ചാരി വെച്ചിട്ടുണ്ട്. ഫോണിലേക്ക് നോക്കാൻ കേട്ടോ എത്ര ആയി, ലെങ്ത്ത് കൂടുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സമയം പോണത് അറിയില്ല. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ട. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കക്ഷി വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലാണ്. ശരിയാണ്, വീഡിയോക്ക് ലെങ്ത്ത് കൂടിയാൽ കാണാനും ബോറാണല്ലോ. ഇത്തിരി വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം നമുക്കും വേണ്ടിയിട്ട് അവർ എന്താ പറയുക, നമുക്കും വേണ്ടി സഹകരിക്കും, ചിലവാക്കും. അപ്പോൾ 10 മിനിറ്റൊക്കെ ഉള്ളെങ്കിൽ ആ വീഡിയോ പെട്ടെന്ന് കണ്ട് അത് നമുക്കതൊരു ഉപകാരമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കൂട്ടുകാരെ ഞാൻ യാത്രാ വ്ളോഗും കാണിക്കുന്നുണ്ട്. പിന്നെ കുക്കിംഗ് വീഡിയോക്ക് പിന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വേണം. അതിനൊന്നും ആർക്കും താല്പര്യമില്ല. ഇഷ്ടംപോലെ ഉണ്ടല്ലേ കുക്കിംഗ് വീഡിയോസ്. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണാനാവും, നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങൾ, നമ്മളെ കാര്യങ്ങൾ, അതിനൊക്കെ ആവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലേ. പിന്നെ നമ്മളറിയുന്നവരൊക്കെ നമ്മളെ അടുത്ത് എന്താ സംഭവിച്ചു എന്നൊക്കെ കാണാനുള്ള ഒരു സീരിയൽ കാണുന്ന പോലെ കാണാനുള്ള ആകാംക്ഷയുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. കുറച്ച് നമ്മളെ ദേശീയ ശത്രുക്കളും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും അടുത്തത് എന്താന്നൊക്കെ കാണാൻ. ഇതാണ് നമ്മൾ ആലിക്കുട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചതാണ്. നിങ്ങളെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ആശയ പോയിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അസ്സലാമു അലൈക്കും.